കേരള കോൺഗ്രസ് എം മുന്നണി വിടുമോ? മുന്നണി മാറ്റ നീക്കത്തിൽ കേരള കോൺഗ്രസിൽ ഭിന്നത. ജോസ് കെ മാണിയും 2 MLAമാരും മുന്നണി മാറ്റത്തിനൊരുങ്ങുന്നു. LDF വിടേണ്ടെന്ന നിലപാടിലാണ് മന്ത്രി റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും. LDFനൊപ്പം തുടരുമെന്ന് റോഷി അഗസ്റ്റിൻ പറഞ്ഞു. മുന്നണി വിടുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ ഇടതുമുന്നണിയുടെ മധ്യമേഖലാ ജാഥയിൽ അനിശ്ചിതത്വം. ജാഥ നയിക്കാനില്ലെന്ന് ജോസ് കെ മാണി നേതൃത്വത്തെ അറിയിച്ചു. N ജയരാജന്റെ പേര് നിർദ്ദേശിച്ചതായും സൂചനയുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്ന് സുനിൽ ഐസക്കുമൊപ്പം കൊച്ചിയിൽ നിന്ന് MK ഷുക്കൂറും ചേരുകയാണ്. സുനിൽ ഐസക്കിലേക്ക്. സുനിൽ, കാര്യമായ അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് എം LDFൽ നിന്ന് മുന്നണി വിടും, UDFിലേക്ക് പോകുമെന്ന തരത്തിലുള്ള വാർത്തകൾ പരക്കുകയാണ്. അതിന് പ്രധാനമായ ഒരുപാട് കാരണങ്ങളുണ്ട് അത് പറയാൻ. കാരണം കഴിഞ്ഞ LDF മുന്നണി യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല ജോസ് കെ മാണി. ഇന്നലത്തെ കേന്ദ്രത്തിനെതിരായ പ്രക്ഷോഭം, ഇടതുമുന്നണി നയിച്ച പ്രക്ഷോഭം, മുഖ്യമന്ത്രി നയിച്ച പ്രക്ഷോഭം, അതിലും ജോസ് കെ മാണിയുടെ സാന്നിധ്യമില്ല. മാത്രമല്ല, മധ്യമേഖലാ ജാഥയിൽ നിന്നടക്കം ജോസ് കെ മാണി വിട്ടുനിൽക്കുന്നു. മറ്റൊരാളുടെ പേര് ജാഥയെ നയിക്കാനായി നിർദ്ദേശിച്ചു എന്ന സൂചനകളാണ് വരുന്നത്. പക്ഷേ നോക്കൂ, റോഷി അഗസ്റ്റിൻ മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹം പറയുന്നു തുടരും, ഇടതുമുന്നണിയിൽ തന്നെ തുടരും, അതിൽ നിന്ന് വിട്ടുപോകാനുള്ള യാതൊരു സാഹചര്യവും സന്ദർഭവും നിലവിലില്ല എന്ന് പറയുന്നു. കേരള കോൺഗ്രസ് എം ഇക്കാര്യത്തിൽ ഈ ലെഫ്റ്റ് അടിക്കുന്നത് സംബന്ധിച്ച വലിയൊരു ആശയക്കുഴപ്പത്തിലാണ് ഉള്ളത്. ആക്ച്വലി ജോസ് കെ മാണി ഇപ്പോൾ എവിടെയാണുള്ളത്? ജോസ് കെ മാണി വ്യക്തിപരമായ ചില ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ദുബായിലാണുള്ളത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി അദ്ദേഹം ദുബായിലാണ്. എന്തായാലും നമുക്ക് ഈ മുന്നണി മാറ്റ ചർച്ചകളിലേക്ക് വന്നാൽ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ആരംഭിച്ചതാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ഈ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളും അഭ്യൂഹങ്ങളുമൊക്കെ. എനിക്ക് തോന്നുന്നത് അതിന്റെ ഒരു ആരംഭം എന്ന് പറയുന്നത് UDF കൺവീനർ അടൂർ പ്രകാശ് നമുക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ആദ്യമായി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് വയ്ക്കുന്നത്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ ചില നേതാക്കളുമായി UDF ചർച്ച ആരംഭിച്ചിട്ടുണ്ടെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗം UDFിലേക്ക് എത്തുമെന്നും അന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. തൊട്ട് പിന്നാലെ തന്നെ പക്ഷേ റോഷി അഗസ്റ്റിൻ ഇതുപോലെ പതിവ് പോലെ തന്നെ അദ്ദേഹം അത് നിഷേധിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല, പിന്നീട് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി തന്നെ എന്തായാലും തൽക്കാലം ഞങ്ങളില്ല, വേറെ മറ്റൊരു മുന്നണിയിലേക്ക് പോകുന്ന കാര്യം ഞങ്ങളുടെ ചിന്തയിലില്ല എന്ന തരത്തിലേക്കുള്ള പ്രതികരണവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. പക്ഷേ നോക്കൂ, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി LDFിനുണ്ടാകുന്നു. ആ തിരിച്ചടിയുടെ ആഘാതം മധ്യ കേരളത്തിൽ ഏറ്റവും അധികം അനുഭവിക്കേണ്ടി വന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗം തന്നെയാണ്. അവരുടെ പരമ്പരാഗതമായിരുന്ന പല തദ്ദേശ സ്ഥാപനങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടു. തദ്ദേശ സ്ഥാപനങ്ങളിലെ സീറ്റുകൾ പലതും അവർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. സമ്പൂർണ്ണമായ ഒരു തകർച്ചയുടെ വക്കിലേക്ക് പോകുന്ന സാഹചര്യം മാണി വിഭാഗത്തിനുണ്ടാകുന്നു. അത് രാഷ്ട്രീയമായ ഒരു അപകടത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുമെന്ന വിലയിരുത്തലിലാണ് കേരള കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ. ആകെ അവർക്ക് 5 MLAമാരാണുള്ളത്. അതിൽ 3 പേരും മുന്നണി മാറ്റം എന്ന ചർച്ചയിലേക്ക് സജീവമായി എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. ഈ കഴിഞ്ഞ ദിവസം മന്ത്രി റോഷി അഗസ്റ്റിന്റെ വീട്ടിൽ കേരള കോൺഗ്രസിന്റെ ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ കേരള കോൺഗ്രസ് ചെയർമാൻ അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത യോഗമാണ്. ആ യോഗത്തിൽ 2 MLAമാർ മുന്നണി മാറുന്നത് സംബന്ധിച്ച ചർച്ചകൾക്ക് തുടക്കമിട്ടു. അത്തരം അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ചു. മറ്റു മാത്രമല്ല, ചില സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരടക്കമുള്ള ചില നേതാക്കൾ ഇതിന് പിന്തുണയുമായി രംഗത്തെത്തുകയും ചെയ്തു. ജോസ് കെ മാണി ഈ സമയത്ത് പക്ഷേ നിശബ്ദത പാലിക്കുകയാണ് ചെയ്തത്. എന്നാൽ റോഷി അഗസ്റ്റിൻ ഇതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തു. എന്തായാലും തൽക്കാലം ചർച്ചകൾ ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു ആ സമയത്ത് ഉണ്ടായത്. അതിനുശേഷം ചില രാഷ്ട്രീയ നീക്കങ്ങൾ പല ഭാഗത്തു നിന്ന് ഉണ്ടായി. അതിലൊന്ന് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടായ നീക്കമാണ്. എന്ത് വില കൊടുത്തും ഇത്തവണ കേരളത്തിൽ UDF അധികാരത്തിലെത്തണം എന്ന് ഹൈക്കമാൻഡ് നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ആവശ്യമാണെങ്കിൽ അത് ചെയ്യണം. അതിന് കേരള കോൺഗ്രസ് മാണി വിഭാഗം മുന്നണിക്കൊപ്പം ആവശ്യമാണെങ്കിൽ അതിനു വേണ്ടുന്ന നീക്കങ്ങൾ നടത്തണം എന്ന നിർദ്ദേശം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട്. അത് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു എന്ന സൂചനകൾ കൂടി പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അതിന് വിട്ടുവീഴ്ചകൾ സീറ്റിന്റെ ഭാഗത്താണെങ്കിൽ അങ്ങനെ, ഇനി മന്ത്രിസ്ഥാനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ, ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ച ചെയ്തിട്ടാണെങ്കിലും കേരള കോൺഗ്രസ് മാണി വിഭാഗം UDFിനൊപ്പം ഉണ്ടാകണമെന്ന നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് നൽകിയതെന്നാണ് ലഭിക്കുന്ന ഒരു സൂചന. മറ്റൊന്ന്, സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രഷറാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, സിറോ മലബാർ സഭ ആസ്ഥാനത്ത് നടന്ന സിനഡ് യോഗത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച്
കടന്നു ചെല്ലുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. സീറോ മലബാർ സഭ മധ്യ കേരളത്തിൽ വലിയ സ്വാധീനമുള്ള ക്രൈസ്തവ മതവിഭാഗമാണ്. ആ സീറോ മലബാർ സഭയുടെ വലിയ പ്രഷർ, സമ്മർദ്ദം ഈ വിഷയത്തിൽ കേരള കോൺഗ്രസ് മാണിക്ക് വിഭാഗത്തിന് മേലുണ്ട്, ജോസ് കെ മാണിക്ക് മേലെയുണ്ട്. ഈ രീതി മുന്നോട്ട് പോയാൽ ഏതെങ്കിലും തരത്തിലുള്ള സഹകരണം ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവില്ല എന്ന വാണിംഗ് സഭ ജോസ് കെ മാണിക്ക് നൽകിയിട്ടുണ്ട്. അത്തരമൊരു സൂചന കൈമാറിയിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. മറ്റൊന്ന്, പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിന്റെ നേതാവ്, അദ്ദേഹം ചില ചർച്ചകൾ ഔദ്യോഗികമായി തന്നെ ജോസ് കെ മാണിയുമായി നടത്തി കഴിഞ്ഞിട്ടുണ്ട് എന്ന വിവരം കൂടിയാണ് മറ്റൊന്ന് പുറത്തേക്ക് വരുന്നത്. അതായത് സീറ്റുകളുടെ കാര്യത്തിലടക്കം എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് എന്ന് ഈ ചർച്ചയിൽ കുഞ്ഞാലിക്കുട്ടി